ത്തിന് പോലും റേഷൻ കടയെ സമീപിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തുന്ന അത്രയും ജനവിരുദ്ധമായിട്ടുണ്ടായിരുന്ന ഒരു ബില്ലായിരുന്നു. അതിനെ നമ്മൾ ശക്തമായി എതിർത്തു. അതിനെ എതിർക്കുന്നതും ഇങ്ങനെ ഒരു ബില്ല് വരുന്നുണ്ട് എന്നും കേരളത്തിലെ ജനങ്ങളോട് അന്ന് ഞാനാണ് വിളിച്ചു പറയുന്നത്. ആ ബില്ല് പബ്ലിഷ് ചെയ്തില്ല, പത്രത്തിൽ പരസ്യം ചെയ്തില്ല, ജനങ്ങളോടുള്ള അതിനുള്ള പ്രതികരണം തേടിയില്ല. ഗസറ്റിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് നിയമസഭ പോലും അറിയാതെ ഒളിച്ചു കടത്തിയ നിയമസഭയിൽ MLA-മാർ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് പാസ്സാക്കിയെടുക്കാനുള്ള നിഗൂഢമായ നീക്കത്തെ അന്ന് ആ സമരത്തിലൂടെയാണ് ഞാൻ പൊളിക്കുന്നത്. ആ സമരത്തിന്റെ ഭാഗമായിട്ട് നിലമ്പൂരിൽ എത്തുമ്പോഴാണ് DFO ഓഫീസുമായി ബന്ധപ്പെട്ട മണി എന്ന് പറയുന്ന സഹോദരന്, ആദിവാസി സുഹൃത്ത്, അന്നേ ദിവസമാണ് നിലമ്പൂരിൽ ചവിട്ടിക്കൊല്ലുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നത്. ആ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച ആ സമരത്തിൽ അവിടെ ഒരു പ്ലാസ്റ്റിക് സ്റ്റൂളും ഒരു ഗ്ലാസും പൊട്ടിയത് 350-550 രൂപയുടെ നഷ്ടമാണ്. അതിന്റെ പേരിൽ വലിയ അക്രമിയായി എന്നെ സ്വീകരിച്ച് രാത്രി 12 മണിക്ക് പോലീസ് ഈ വീട്ടിൽ നിന്നും എന്നെ അറസ്റ്റ് കൊണ്ട് ഈ ജയിലിലടച്ചത് നിങ്ങൾ കണ്ടതാണ്. നിങ്ങൾ കണ്ട വിഷയമാണ്. ജുഡീഷ്യറിയുടെ സത്യസന്ധതയോണ്ടും അവർ ഈ കാര്യങ്ങൾ വിലയിരുത്തിയത് കൊണ്ടുമാണ് എനിക്ക് അന്ന് ജാമ്യം കിട്ടിയത്. അല്ലെങ്കിൽ മാസങ്ങൾ എന്നെ ജയിലിലിടാനുള്ള പ്ലാനായിരുന്നു.